കുട്ടി ഇങ്ങനെ എങ്ങോട്ടാ പോയത്? ഞാൻ എന്തെങ്കിലും പിടിക്കാത്ത രീതിയിൽ പെരുമാറിയോ കുട്ടിയോട്? എനിക്കതായിരുന്നു വിഷമം മുഴുവനും. ഒന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു. ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് അവരൊന്നും പറഞ്ഞില്ല. ഒറ്റയ്ക്കേ ഉള്ളൂ? വാ, ഇന്ന് ക്ലാസ് ഇല്ലേ കുട്ടിക്ക്? ഇരിക്കെ. നന്ദേട്ടൻ പറഞ്ഞു ചില നേരത്തെ കുട്ടിയുടെ പെരുമാറ്റം കണ്ട വല്ലാത്തൊരു രീതിയാണെന്ന്. എല്ലാ നേരത്തും എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. കുട്ടി ഇരിക്കെ, ഞാൻ കാപ്പി എടുക്കാം. എനിക്കൊന്നും വേണ്ട. എന്താ കുട്ടിയുടെ മുഖത്തൊരു വല്ലായിക? ഞാൻ നാട്ടിലേക്ക് പോകുന്ന വഴിയാ. എന്തേ, നന്ദേട്ടൻ വഴക്ക് പറഞ്ഞോ? അല്ല, ഞാൻ പോവാ. ഇനി പഠിക്കുന്നില്ല. ഇനി എനിക്ക് ആ കോളേജിൽ പഠിക്കാൻ കഴിയില്ല. ഫ്രണ്ട്സിന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല എനിക്ക്. ആരും ടീസ് ചെയ്യുന്ന ഞാൻ സഹിക്കില്ല. എല്ലാത്തിനും കാരണം നിങ്ങളാ. ഞാനോ? അതെ, നിങ്ങൾ തന്നെ. ഇങ്ങനെ ഒരാൾ കാത്തിരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞോ? ഞാൻ എന്ത് കുറ്റം ചെയ്തു? പരിചയപ്പെട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടി. ദേഷ്യം വരുന്ന കാണാനുള്ള രസത്തിന് ഇഷ്ടമാണെന്നൊക്കെ വെറുതെ തമാശ പറഞ്ഞു. പക്ഷേ പിന്നീട് എപ്പോഴാണ് അറിയുന്നത് ഞാൻ നന്ദസാനെ ശരിക്കും സ്നേഹിക്കുകയാണെന്ന്. ഇനി മറക്കാൻ കഴിയില്ല. ആദ്യമായി സ്നേഹം തോന്നിയ ഒരാളെ അത്ര പെട്ടെന്ന് ഒരു പെണ്ണിന്റെ മനസ്സിന് പറഞ്ഞറിയാൻ കഴിയില്ല. പിന്നെ നിന്നെ നന്ദേട്ടൻ ഇതൊക്കെ അറിയോ? അറിയാം. അറിഞ്ഞിട്ട് അറിഞ്ഞില്ലെന്ന് നടിക്കാണ്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളോടുള്ള സിമ്പതിയുടെ പേരിൽ. ഒരു രോഗിയോട് ആർക്കും തോന്നാവുന്ന സിമ്പതി. അതിനപ്പുറം സാർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? സാറിന് എന്നെ ഇഷ്ടമാണ്, എനിക്കതറിയാം. ഏതോ കടപ്പാടുകളുടെ പേരിൽ സാർ അത് മറച്ചു വെക്കാണ്. സ്വന്തം ജീവിതവും സ്വന്തം സുഖവും അതിനുവേണ്ടി വേണ്ടെന്ന് വെക്കാണ്. അല്ലെങ്കിൽ ആരോഗ്യ സൗന്ദര്യമുള്ള സാറിന് നിങ്ങളെപ്പോലെ രോഗിയെ കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഏത് പുരുഷനും ആഗ്രഹിക്കുന്ന സന്തോഷവും സംതൃപ്തിയും ഒരു ഭാര്യ എന്ന നിലയിൽ നിങ്ങൾക്ക് നൽകാൻ കഴിയോ? സാറിന്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ നിങ്ങൾക്ക് കഴിയോ? നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തിനാണ് സാറിന്റെ ജീവിതം നശിപ്പിക്കുന്നത്?